വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. സുവിശേഷത്തിൽ നമ്മൾ അയച്ചു കേട്ടു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം. പലപ്പോഴും നമ്മൾ നീതിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പീഡനങ്ങളും സഹനങ്ങളും വരുമ്പോൾ എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും തോന്നുന്നൊരു കാര്യമാണ്, എന്തിനാ ഇത്രയും സഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇത്രയും സത്യസന്ധമായിട്ട് കൈക്കൂലി വയ്ക്കുന്നത്, കൈക്കൂലി കൊടുക്കുക, കള്ളു കുടിക്കുന്നതോടൊപ്പം കള്ളു കുടിക്കുക, അല്ലെങ്കിൽ പോ വലിക്കുന്നതോടൊപ്പം പോലെ വയ്ക്കുക. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, നീതിക്ക് വേണ്ടി പീഡനമേ സത്യസന്ധമായി നീതിയായിട്ട് പ്രവർത്തിക്കുന്നവൻ്റെ മക്കളാണ് വരും നാളുകളിൽ 1000 തലമുറകൾ വരെ നിലനിൽക്കുന്നത്. അല്ലേലിയാം. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ദുഷ്ടൻ പന പോലെ എവിടെയാണ് കിടക്കുന്നത്? ദുഷ്ടനല്ല, നീതിമാൻ പന പോലെ വളരും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. സാത്താൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്, ദുഷ്ടൻ പന പോലെ വളരും. എന്താ കാരണം എന്ന് പറയുമ്പോൾ, നമ്മുടെ അടുത്തൊക്കെ നോക്കുമ്പോൾ ദുഷ്ടന്മാരൊക്കെ ഇഷ്ടംപോലെ വളരുന്നുണ്ട്. അവർക്ക് പണമുണ്ട്, അവർക്ക് ആയുസ്സുണ്ട്, അല്ലെങ്കിൽ ആയുസ്സല്ല, അവർക്ക് മക്കളുണ്ട്. മക്കൾ നാട്ടിലെ തല്ലിപ്പൊളികളാണ്, എന്തെങ്കിലും പറഞ്ഞാൽ അടിക്കുന്നവരാണ്, കുത്തുന്നതാണ്. പക്ഷെ അവരെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ ദിനം നമുക്കങ്ങനെ മാറ്റണം. കാരണം നീതിമാൻ പന പോലെ വളരും, ലെബനോനിലെ ദേവദാരു. അവൻ നട്ടിരിക്കുന്നത് കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. കർത്താവിന്റെ ഭവനത്തിലാണ് അവൻ നട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ വെച്ച് സഹനങ്ങൾ ഏൽക്കേണ്ടി വരുമെങ്കിലും വരും നാളുകളിൽ അവന് നിത്യസമ്മാനം സ്വർഗരാജ്യം. നമുക്ക് വിശുദ്ധന്മാരേക്ക് നോക്ക്, അവർ നീതിക്ക് വേണ്ടി ജീവിച്ചവരാ. ഹല്ലേലൂയ. അവർ തല്ലിപ്പൊളികളോ മദ്യപാനികളോ ചീട്ട് കളിക്കുന്നവരോ അങ്ങനെ ആയിരുന്നെങ്കിൽ വിശുദ്ധരാകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ലോകത്തിൽ പീഡനങ്ങളേറ്റാൽ ഇതിനൊരു വലിയ പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് നൽകാം. പിന്നെ പറയാം, നിങ്ങളെക്കുറിച്ച് പീഡിപ്പിക്കാൻ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. ജോസഫ് എന്നൊരു വിശുദ്ധനുണ്ട്, കുപ്പത്തിരണ. ആ വിശുദ്ധൻ്റെ കൃപയാണ് എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് നമ്മുടെ നിൽക്കുന്നവരുടെ മുകളിലൂടെ വന്ന് ദിവ്യാനം സ്വീകരിച്ച് പോവുക. അങ്ങനെയാണ് വിശുദ്ധി ലോകം അറിഞ്ഞത്. മറ്റൊരു വിശുദ്ധനുണ്ട്, പാതിരിപ്പിയാണ്. ആ മനുഷ്യനെ വളരെയധികം പീഡനങ്ങൾ സഭയിലും അവരുടെ സമൂഹവും അവരുടെ കോൺഗ്രിഗേഷനും കൊടുത്തപ്പോൾ ആ വിശുദ്ധനുണ്ടായ കൃപയാണ് ഒരേ സമയത്ത് 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കൃപ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് പീഡനങ്ങളെ ഓർത്ത് തളരരുത്, സഹനങ്ങളെ ഓർത്ത് അത് കർത്താവ് സഹിച്ചതാണ്. കർത്താവ് എന്തുകൊണ്ടാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്? സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 10-11 തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വചനം പറയുകയാണ്, ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടകുതിരയെയും വിച്ഛേദിക്കും, പടവില്ല് ഞാൻ ഒടിക്കും. ഒന്നാമത് പറയുന്നത് പ്രകാരമാണ്, അവൻ ജനതകൾക്ക് സമാധാനം നൽകും. രണ്ടാമത് പറയുന്നത് പ്രകാരമാണ്, അതിൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയായിരിക്കും. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സങ്കീർത്തനങ്ങളും ലേഖനങ്ങളും എല്ലാം കിടക്കുന്ന കാര്യമാണ്. അവൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് സമുദ്രം മുതൽ സമുദ്രം വരെ. ഹല്ലേലൂയ. പിന്നെന്താ? നദി മുതൽ ഭൂമിയുടെ. ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും എല്ലാ അധികാരവും ആർക്കാണെന്ന് വെച്ചാൽ ദൈവത്തിനാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു തിരിച്ചു പിടിക്കാം തൻ്റെ ശരീരത്തിലൂടെ.
വീണ്ടും പറയാണ് നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നീയും, അതായത് ദൈവവും ഞാനും തമ്മിലുള്ള ഉടമ്പടി രക്തം എന്ന് പറയുന്നത് രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്നും സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് ജലരഹിതമായ കുഴിയിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കുന്നത്? ഹല്ലേലൂയ. പിന്നെ വീണ്ടും പറയാണ് പ്രത്യാശയുടെ തടവുകാരെ എന്ന് പറഞ്ഞതില്ലേ, പ്രത്യാശയുടെ തടവുകാരെന്ന് പറയുമ്പോൾ പ്രത്യാശ ഉള്ളവരാണ്, പക്ഷെ അവർ തടവിലായിപ്പെട്ടു. പ്രത്യാശ ഉള്ള അല്ലേ പറയുമ്പോൾ തന്നെ അതിലെന്തൊരു അവ്യക്തതയുണ്ട്. പ്രത്യാശയുടെ തടവുകാരെ, അവർക്ക് പ്രത്യാശ ഉള്ളതാണ്, പക്ഷേ ഇപ്പോൾ അവർ തടവിലാണ്. അവരുടെ ദൈവം അവർക്ക് വിടുതൽ നൽകും, അവരുടെ ദൈവം അവർക്ക് സംരക്ഷണം നൽകും, ദൈവം അവരെ സംവഹിക്കും, ദൈവം അവരെ രക്ഷിക്കും. ഹല്ലേലൂയ. അല്ലേ 91 സങ്കീർത്തനത്തിൽ 14 പറയുന്നില്ലേ, എന്താ? കർത്താവ് അവരെ സംരക്ഷിക്കും. ഇഷ്ടംപോലെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സംരക്ഷിക്കും, രക്ഷിക്കും, പരിപാലിക്കും, സംഭവിക്കും. കർത്താവ് വിടയനാകും, അഭിഷിക്തനാകും, കർത്താവ് സൗഖ്യം നൽകുന്നവനും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ രോഗികളാണ്, എന്നിട്ട് നമ്മൾ കടബാധിതരാണ്, അല്ലെങ്കിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന സമുദ്രം വരെയും നദി മുതൽ ഭൂമി. പക്ഷേ എന്നിട്ട് നമുക്കൊരു വ്യത്യാസമോ മാറ്റങ്ങളോ നമുക്ക് ലഭിക്കുന്നില്ല. ഈ തടവുക കുഴിയിൽ നിന്നും എങ്ങനെയാണ് സ്വതന്ത്രരാക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? അതായത് ജെറമ്യ പ്രവാചകൻ 38 അധ്യായത്തിൽ 6 തിരുവചന പ്രകാരം പറയാണ്, ജെറമ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പന പറയുമായിരുന്നു. കർത്താവിൻ്റെ ശക്തമായ ഒരു പ്രവാചകനായിരുന്നു ജെറമ്യ പ്രവാചകൻ. 37 നമ്മൾ കാണുന്നുണ്ട്. അവനെവിടെയാണ്? അവനെ ജയിലിൽ അടയ്ക്കുക അല്ലേ. 38 വരുമ്പോൾ അവനെ ഒരു ജെറമ്യായെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. കിണറിൽ ഇറങ്ങുമ്പോൾ ഒരു കാര്യമുണ്ട്. കിണറിൽ വെള്ളമാണെങ്കിൽ രക്ഷപ്പെടും, ചെളിയാണെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓടയിൽ പോയി ഒരു കൊച്ചിനെടുക്കാൻ പോയി സംഭവം ഓർത്തിട്ടുണ്ടാവും. കോഴിക്കോട് ടൗണിലുണ്ടായ സംഭവം. ഒരു കൊച്ച് ഓടയിലേക്ക് പോയി, അത് ഈ വേസ്റ്റ് പോകുന്ന ചെളിയും ഒക്കെ പോകുന്നവർ വന്നവരെല്ലാം കണ്ടുകൊണ്ട് നിന്നു. പക്ഷെ ഒരു പയ്യൻ, ഒരു 32-38 വയസ്സ് താഴെയുള്ള പയ്യൻ, അവൻ വന്ന വഴി അവൻ്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് അവൻ ഈ കൊച്ചിനെടുക്കാൻ പോയി. കൊച്ച് രക്ഷപ്പെട്ടു, ഇവൻ ഇത് താണുപോയി, മരിച്ചുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുഴിയാണ്, അല്ലെങ്കിൽ ചേറുള്ള സ്ഥലമാണ്. ചേറിലൂടെയും ചെളിയിലൂടെയും രക്ഷപ്പെടുക എളുപ്പമല്ല. ഈ ജെറമ്യ പ്രവാചകനെ ഇറക്കുന്ന കുഴി എന്ന് പറയുന്നത് അതിൽ വെള്ളമില്ല, അതിൽ ചേറ് മാത്രമേ ഉള്ളൂ. അത് രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ചെളിയല്ലാതെ വെള്ളമുണ്ടായില്ല. ജെറമ്യ ചെളിയിൽ താണു. അവർ ജെറമ്യായെ കിണറ്റിൽ താഴ്ത്തി എന്ന് കൊട്ടാരത്തിലുണ്ടായ ഒരു സേവകൻ രാജാവിനെ അറിയിച്ചു. രാജാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സേവകനെ വിട്ട് ഈ ജെറമ്യായെ ഈ കുഴിയിൽ നിന്നും മോചിപ്പിച്ചു. തുണികളൊക്കെയും കൂട്ടിയിണക്കി ഇട്ടുകൊടുത്ത് മോചിപ്പിക്കും. അപ്പോൾ ദൈവം സംരക്ഷകനാവുന്നെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ചെളിയിലേക്ക് ജെറമ്യ പ്രവാചകനെ അവരിറക്കുകയാണ്. ഇറക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കൊല്ലാൻ വേണ്ടിയാണ്. നമ്മളിത് പറയുമ്പോൾ മനുഷ്യൻ്റെ കഥ ഒരു സംഭവം ഓർമ്മ വരും. ആരായിരിക്കും? പൂർവ്വ യോസേപ്പിനെ അവർ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടരുത്. അപ്പോൾ ഇവർ ചെയ്തത്, മനുഷ്യൻ ചെയ്തത് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ ജെറമ്യ ഈ കുഴിയിലേക്ക്, കിണറിലേക്ക് അവർ കെട്ടിയിറക്കുന്ന രാജാവിൻ്റെ സേവകൻ അറിഞ്ഞു. രാജാവിനെ അറിയിച്ചു. രാജാവ് 3 വ്യക്തികളെ അയച്ച് ഈ കുഴിയിൽ നിന്നും ഈ ജെറമ്യായെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. സങ്കീർത്തന പുസ്തകത്തിൽ 28 അധ്യായത്തിൽ 9 തിരുലിഖിതം അവിടെ പ്രകാരം പറയാണ്. 8-9 തിരുവചനത്തിൽ പറയാണ്, കർത്താവ് അവർക്ക് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ്. തന്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അതേ സ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ
അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംഭവിക്കുകയും ചെയ്യണമേ. ആരെയാണ് സംഭവിക്കുന്നത്? ഹബബുക്ക് പ്രവാചകനെ സംഭവിക്കുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സംഭവിക്കും. അപ്പോൾ കർത്താവിൻ്റെ ഒരു ജോലികളാണ് പറയുന്നത്. അവൻ സംരക്ഷിക്കും, അവൻ ഇടയനായിരിക്കും, അവൻ പരിപാലകനായിരിക്കും, അവൻ രക്ഷിക്കുന്നതാണ് എന്നുള്ള കാര്യം പറയാം. അല്ലെ, യേശു നാമം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ നാമമാണ്, സംരക്ഷണ നാമമാണ്. യേശു നാമം എന്ന് പറയുമ്പോൾ പിശാചുകൾ, തിന്മയുടെ ശക്തികൾ വിറയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു കാര്യം ചെയ്തു. കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ വായിച്ചത്, നീയുമായുള്ള ഉടമ്പടി രക്തനിമിത്തം പ്രവാസികളെ നമ്മളെ സ്വതന്ത്രരാക്കിയത് 2 കാര്യങ്ങളോട്, ഒന്ന് ശരീരത്തിലൂടെയും ഒന്ന് രക്തത്തിലൂടെയും. ഹല്ലേലൂയ. ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും. ഹല്ലേലൂയ. ആ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയുമാണ് മനുഷ്യരെ അവർ സ്വതന്ത്രരാക്കിയത്, രക്ഷിച്ചത്, സൗഖ്യം നൽകുന്നത്, ഇടയനായത്, സംരക്ഷകനായിട്ട്, പരിപാലകനായിട്ട് മാറുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ, നിങ്ങളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയാം. എന്താണെന്ന് അറിയുമോ? എന്തായിരിക്കും? മൊബൈലിൽ സിം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം പറയുന്നത് ഇപ്രകാരമാണ്, നമ്മുടെ ശരീരത്തിലേക്ക് ചിപ്പ് വയ്ക്കും. ചിപ്പ് വെച്ചാൽ ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ അതെല്ലാം ഗവൺമെൻറ്റിന് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. നമ്മുടെ വാഹനം, ടാക്സികളൊക്കെ ഇപ്പോൾ ടാക്സികളൊക്കെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ടാക്സികളെല്ലാം ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ സംവിധാനം വഴി ഗവൺമെൻറ്റിന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു, ആ മൊബൈലിലൊരു സിം ഇട്ട് കഴിയുമ്പോൾ ആ നെറ്റ്വർക്ക് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മേൽ സാത്താനുണ്ടായ അധികാരമാണ്. ശരീരത്തിൽ 2 വ്യക്തികൾക്ക് അധികാരമുണ്ട്. ഒന്ന് ക്രിസ്തുവിനും, ഒന്ന് ആർക്കാണ്? പിശാചിനും. ഹല്ലേലൂയ. ഒന്നെങ്കിൽ നമ്മുടെ ശരീരം ഈവിൾ സ്പിരിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ആയിരിക്കും. ഹല്ലേലൂയ. ഓരോ കാര്യം ചെയ്ത് ഈവിൾ സ്പിരിറ്റ് നമ്മളിലേക്ക് വരാം. പേടി. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ഇവിടെ വന്നിട്ടുണ്ടായി. കൊച്ചെന്നെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറയാം, ഞാൻ പിശാചാണ്, എന്നെ പിശാചാണ്. ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം പാമ്പിനെ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ചവിട്ടിയിട്ടുണ്ട്, പിന്നെ ഈവിൾ വരുന്ന പടങ്ങൾ കണ്ടിട്ടുണ്ട്, ഗോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മളറിയാതെ ഒരു ശക്തി, ഈവിൾ പവർ നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് വരുന്നുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി എല്ലാ വർഷവും അവൾ ഈ സെൻട്രൽ പ്രാർത്ഥിക്കാൻ വരും. അവൾ പോളണ്ടിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ കുവൈറ്റിലാണ്. അവൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങൾ കണ്ട് അവൾ മാനസിക രോഗിയായി. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അവർ ഈ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടിട്ട് ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. പക്ഷേ ലോക്ക്ഡൗൺ അന്ന് 14 ദിവസം നമ്മുടെ മുറിയിൽ അടച്ചിരിക്കണം. പിന്നെ 14 ദിവസം ബൗണ്ടറി, അതുകൊണ്ട് വന്നില്ല. അവർ ഓൺലൈനിലൂടെ കണ്ട് ഇവിടെ വരുമ്പോഴേക്കും കൊച്ചിൻ്റെ രോഗം മാറി. ഒരു പെൺകുട്ടിയാണ്. അല്ലെങ്കിൽ അവളിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി. അവൾ പല ഡോക്ടർമാരെ നോക്കിയിട്ടുണ്ട്, പല സൈക്കാട്രിസ്റ്റ് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മാറിയില്ല. അവളെ ഈശോ രക്ഷിച്ചു. എല്ലാ ദിവസവും അവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് പൊതു അവധിയാണ്. ഈ ഓൺലൈൻ ശുശ്രൂഷ അപ്പനും അമ്മയും അനിയനും ഇവളും കൂടി ഇരുന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വരുമ്പോഴേക്കും രോഗങ്ങൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. 9 വെള്ളിയാഴ്ച പറഞ്ഞത്. പക്ഷെ അതിലും കൂടുതൽ ദിവസങ്ങൾ അവൾ അതിൽ പങ്കെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ശരീരത്തിൻ്റെ മേലുള്ള അധികാരം പരിശുദ്ധാത്മാവിനാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് ശരീരത്തിൻ്റെ മേൽ അധികാരം വന്നതെന്ന് വെച്ചാൽ, ആ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും തിരുജലത്തിലൂടെയും പിശാചിനെ കീഴ്പ്പെടുത്തിയ സംഭവമാണ് എവിടെ? കുരിശുമരണം. അതിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേൽ അധികാരം ക്രിസ്തുവിനെ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ജൂതനായാലും സിഖുകാരനായാലും പാഴ്സി ആയാലും ജൈനമതക്കാരനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് വർഗത്തിൽപ്പെട്ടവനായാലും ഏത് ദേശത്തെപ്പെട്ടവനായാലും ഏത് രാജ്യത്തെപ്പെട്ടവനായെങ്കിലും അവൻ്റെ അധികാരം ആർക്കാ? അപ്പോൾ നമ്മളൊരു ചെറിയൊരു തെറ്റ്, ചെറിയൊരു അനീതി പ്രവർത്തിച്ചാൽ അപ്പം അറിയാം
എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും നിങ്ങളൊരു മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ വല്ല മെസ്സേജും പാസ് ചെയ്താൽ 45 വർഷക്കാലം ആ മെസ്സേജ് ഗവൺമെൻറ്റിൻ്റെ സർവൈവറിൽ കിടക്കും. നമ്മൾ മരിച്ചാൽ പോലും അതവിടെ കിടക്കും. പിള്ളേർക്ക് അറിയില്ല. അല്ലല്ലേ സാധനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഇത് രഹസ്യമല്ല, സേവ്ഡാണ്. അല്ലേലിയ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സർവൈവറിൽ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ശക്തിയാൽ അതെല്ലാം സ്വർഗത്തിൽ അത് റെക്കോർഡാണ്. അല്ലേലിയ. അതുകൊണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ കയറാൻ പോകുന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവും? പത്രോസ് വരും. പത്രോസ് വന്ന് ഭൂമിയിൽ ചെയ്തതിനെല്ലാം കണക്കുകൾ വായിക്കുന്നതായിരിക്കും. അല്ലേലിയ. നമ്മുടെ ഈ ഇടവകയിലേക്ക് പൊതുയോഗം കൂടുമ്പോൾ കണക്കുകൾ വായിക്കുന്നുണ്ട്. അല്ലേലിയ. കണക്കുകൾ വായിക്കുമ്പോൾ പരാതികളൊക്കെ ആൾക്കാർ പറയും. ഇതേപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ പലരും പറയും, അവൻ അങ്ങനെ ഇതുണ്ട് ഇങ്ങനെ ഇതുണ്ട് സ്വർഗത്തിൽ. അല്ലേലിയ. അപ്പം നമ്മൾ പറയുന്നത്, സാവകാശം പറയും, നമുക്ക് മുകളിൽ പോകാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് നമ്മൾ പറയും താഴോട്ട് പൊക്കണം. അല്ലേലിയ. അതുകൊണ്ട് ശരീരത്തിൻ്റെ മേലുള്ള അധികാരം ദൈവത്തിനാണ്, യേശുവിനാണ്, പിശാചനല്ല. യേശു 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ 3 ആണികളിൽ പെടൻ ചിന്തിയപ്പോൾ ആ രക്തം പിശാചിൻ്റെ മേലുള്ള അധികാരത്തെ, മനുഷ്യൻ്റെ മേലുള്ള അധികാരത്തെ തിരിച്ചു. അതാണ് പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്നും കയറ്റും. മദ്യപാനത്തിന് അടിമയായ വ്യക്തിയെ സ്വതന്ത്രനാകും. അല്ലേരിക്കാം. ഫിലിമിന് ആസക്തിക്ക് അടിമയായ വ്യക്തിയെ കർത്താവ് തിരു രക്തത്തിലൂടെ സ്വതന്ത്രനാകും. അല്ലേരിക്കാം. കാരണം എന്താ? കർത്താവിനെ അവരെ രക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മളെ സൃഷ്ടിച്ചത് പിശാചാണോ? നമ്മളെ സൃഷ്ടിച്ചത് സാത്താനാണോ? ദൈവമാണോ? ദൈവമാണെങ്കിൽ ദൈവത്തിനെ നമ്മൾ തള്ളിക്കളയാൻ പറ്റുമോ? നിങ്ങൾ മക്കളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ, ആ മക്കളെ നിങ്ങൾ എന്തെങ്കിലും തള്ളിക്കളയോ? ഇല്ലല്ലോ. എത്ര തെറ്റ് ചെയ്താലും അതെൻ്റെ മകനെന്ന്, എൻ്റെ രക്തമാണെന്ന് പറയുന്ന മാതാപിതാക്കളല്ലേ. അതിലും വലുതാണ് ദൈവത്തിന്. ദൈവം പറയും, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ ഛായയിലും എൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലാണ് ഇവർ സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലേലിയാം. അല്ലേലിയാം. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം, കുറേ സങ്കീർത്തനങ്ങളിൽ ഇത് പറയുന്നുണ്ട്. സങ്കീർത്തനം 50-5, സങ്കീർത്തനം 72-8, യെശയ്യാ പ്രവാചകൻ 2-4, സങ്കീർത്തനം 53-10 അവിടെ പറയുന്നുണ്ട്, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരുന്ന ഉടമ്പടിയുടെ. അപ്പോൾ ഉടമ്പടി ആദ്യം മാതാപിതാക്കന്മാർ വഴി നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ജനം ഉടമ്പടി നഷ്ടപ്പെടുത്തി. ആ ഉടമ്പടി തിരിച്ചു പിടിക്കുന്നത് ഈശോ തൻ്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും തിരുജലത്തിലൂടെയാണ്. അതിനെയാണ് ശരീരത്തിൽ പാപം ചെയ്യാൻ പറ്റുമോ? പാപം ചെയ്യാൻ പറ്റുമോ? അല്ലേലിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം ഇവിടെ പെട്ടെന്ന് കയറി വരുമ്പോൾ ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. ഞാൻ വണ്ടി നിർത്തുന്നുണ്ട്, സംസാരിക്കാൻ വന്നു. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചു വെച്ചാൽ, ഞങ്ങളുടെ സഹോദരി ഒരാൾ മരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു, ഞാൻ പെട്ടെന്ന് കഴിഞ്ഞാണ് സംഭവം അറിഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, സഹോദരി മരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ അടുത്ത ആളും രോഗിയായാണ്. അടുത്ത ആളും രോഗിയായിരിക്കാം. ഞാൻ ചോദിച്ചപ്പോൾ എന്തോ ഒരു ക്യാൻസറോ ട്യൂമറോ എന്തോ സംബന്ധമായ രോഗമാണ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് സംസാരിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ ചില കാര്യങ്ങൾ, അടയാളങ്ങൾ ചോദിച്ചു. അടയാളങ്ങൾ ചോദിച്ചപ്പോൾ കറക്റ്റായിരുന്നു അടയാളം. അല്ലേലിയാം. 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 നമ്മൾ നാളൊക്കെ നോക്കുന്നവരല്ലേ, നാളൊക്കെ നമ്മൾ നോക്കും. ജനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടുകാരൻ പറയും, ഇതാണ് കേട്ടോ നാള്, നമ്മൾ എഴുതി വയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആവുമ്പോൾ മോനെന്നൊക്കെ പറയും. അവൻ കുതിച്ചു പോകും, അവൻ തെറിച്ച് പോകും എന്നൊക്കെ പറയും. അല്ലേലിയാം. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ നാളെന്താ? അപ്പോൾ അവർ നാള് പറഞ്ഞു. കാരണം ക്രിസ്ത്യാനിക്ക് നാള് നോക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നാളെന്ന് പറയുന്ന ഒരു ദേവനാ. പുസ്തകത്തിൽ, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ പ്രകാരം പറയണത്, കാർത്തികയെ സൃഷ്ടിച്ചതും കാർത്തിക മകീരം സൃഷ്ടിച്ച ഞാനാണ്. അല്ലേ? കർത്താവാണ് എല്ലാം സൃഷ്ടിച്ചത്. അവരോട് ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് ഈ കുടുംബത്തിലെല്ലാവരുടെയും നമ്പർ പറഞ്ഞു. അടുത്ത് ഞാൻ ചോദിച്ചു, ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ, നിങ്ങൾ എവിടുന്ന ഈ ഭക്ഷണപദാർത്ഥം ഇറച്ചിയൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക കടയിൽ എവിടെ കിട്ടിയാലും വാങ്ങും.
ഇവിടെ കിട്ടിയാലും വാങ്ങുക. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മതം ഏക സത്യ ദൈവവിശ്വാസത്തെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 9ാമത്തെ ദിവസം ചെയ്യുന്നൊരു കർമ്മമാണ് എന്താ, അവൻ്റെ ശരീരം മാമോദീസായിൽ മുദ്രിതമാകുക. സീറോ മലബാർ റൈറ്റിൽ മുദ്രമാക്കുന്ന മാത്രമല്ല, അവനെ പരിശുദ്ധ തൈലത്താൽ അഭിഷിക്തനാകുക. എന്താണ്? തൈലാഭിഷേകം നടത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ചെയ്യുന്നത് അവൻ്റെ ശരീരത്തിൽ എന്ത് കൊടുക്കുകയാണ്? തിരുരക്തം കൊടുക്കുക. തിരുരക്തം. അവൻ്റെ ശരീരം ഈ തിരുരക്തത്തിൻ്റെ അവകാശിയായിട്ട് മാറുക. ഏത് സമുദായത്തിലാണുള്ളത് ഒരു ശരീരത്തെ മുദ്ര ചെയ്യുന്നത്? ഏത് സമുദായത്തിലാണുള്ളത് ഒരു വ്യക്തിയുടെ ശരീരത്തെ തൈലാഭിഷേകം ചെയ്യുന്നത്? സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ അല്ലെങ്കിൽ ഇതര സഭകളിൽ മാത്രമേ ഈ മാമോദീസായും ഈ തൈലലേപനവും ഈ കുർബാന സ്വീകരണവും ഈ കൂദാശകളുള്ളൂ, അല്ലേ? അല്ലാതെ ഉണ്ടോ? മറ്റ് സമുദായത്തിലുണ്ടോ? എൻ്റെ ശരീരം മാമോദീസായിൽ മുദ്രിതമാണെങ്കിൽ, എൻ്റെ ശരീരം തൈലാഭിഷേകത്താൽ മുദ്രിതമാണെങ്കിൽ, എൻ്റെ ശരീരം യേശുവിൻ്റെ തിരുരക്തം സ്വീകരിക്കാൻ യോഗ്യതയാണെങ്കിൽ, മറ്റ് ദേവന്മാരർപ്പിച്ച ബലിവസ്തുക്കൾ സ്വീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ വീട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ജനറേറ്റർ ഉപയോഗിച്ച് കടത്തി വിടുമോ? ഇല്ലല്ലോ. കടത്തി വിട്ട് എന്തുണ്ടാവും? അവിടെ ഒരു പുക കാണും. എല്ലാം തീർന്നു. അല്ലേലിയ. നമ്മൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന എഞ്ചിനിൽ പെട്രോൾ ഒഴിക്കുമോ? ഇല്ലല്ലോ. ഓരോ എഞ്ചിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നൽകുന്നത് സന്തോഷം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായ എൻ്റെ ശരീരം എനിക്ക് മലിനപ്പെടുത്താൻ പറ്റുമോ? മലിനപ്പെടുത്തിയാലൊന്നുണ്ടാവും? മലിനപ്പെടുത്തിയാൽ ഈ ശരീരത്തിൽ പിന്നെ ദൈവത്തിന് വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തുടർന്ന് വരുന്ന ഭാഗത്തെ പ്രകാരം പറയാം, ഈ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം പറയാണ്, കർത്താവ് അവർക്ക് മീതെ പ്രത്യക്ഷനാകും, അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയോ സെക്കൻഡ് ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും. അല്ലേലിയ. സെക്കൻഡ് ചുഴലിക്കാറ്റിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ കുതിച്ചു പായും. അല്ലേലിയ. ശത്രുവിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? പ്രബലന്മാർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയക്കുന്നു. മിന്നൽ വേഗത്തിൽ. ആരാണ് ഈ ശത്രു എന്ന് പറയുന്ന പിശാചിനെതിരെ? ഒന്നുകൂടെ വായിച്ചേ. പ്രബലന്മാർക്കെതിരെ, അതായത് നമ്മൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നവരെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയക്കുന്നു. അത് മിന്നൽ വേഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇടിവെട്ട് വരുമ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇടിമിന്നൽ വരുമ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇടിമിന്നൽ പെട്ടെന്ന് കയറിപ്പോൾ. അതുപോലെ ഈ പ്രബലന്മാരായ നമ്മളെ പീഡിപ്പിച്ചിരുന്ന ശത്രുക്കളെ ദൈവത്തിൻ്റെ ദൂതന്മാർ മിന്നൽ പിണർ പോലെ കയറി അവൻ അറ്റാക്ക് ചെയ്യും, അവൻ ഇല്ലാതാക്കും, അവനെ നശിപ്പിക്കും. അല്ലേ? അവിടെ പറഞ്ഞു വെച്ചിരിക്കുക, അത് അവരുടെ കോട്ടകൾ തകർക്കും. സാത്താന്റെ കോട്ടകൾ തകർക്കും. നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ നമ്മൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോട്ടകളെ തകർക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ ദൂതഗണത്തെ അയക്കും. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു. സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലേ? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ സിയോൻ പർവ്വതത്തിൽ. അതുകൊണ്ടാണ് കർത്താവിന്റെ നാമം ഉച്ചരിക്കുക, കർത്താവിനെ വിളിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാരണം, കർത്താവിൻ്റെ നാമം നമ്മൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം രക്ഷയുടെ നാമമാണ്, സംരക്ഷണത്തിൻ്റെ നാമമാണ്, ഈ കർത്താവിൻ്റെ നാമം ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ മിന്നൽ പിണൽ പോലെ
പ്രബലരായവരുടെ കോട്ടകൾ തകർത്ത് നമ്മളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഈശോയെ എന്ന് വിളിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈശോയുടെ രക്തമേ എന്നെ കഴുകണമേ എന്ന് പറയുന്നത് നല്ലതാണ്. ഈശോ എന്നെ സംരക്ഷിക്കണമേ എന്ന് പറയുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ, നന്നായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നവരാ. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറ്റുന്നത്? അനീതി മരിച്ചു, അനീതിക്ക് ഇത്ര വയസ്സുള്ളൂ. ഞാൻ ചേച്ചി മരിക്കാൻ പോകുന്നു. എൻ്റെ കുടുംബത്തിൽ രോഗങ്ങളാണ്, പകർച്ചകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശത്രു ആരാന്ന് വെച്ചാൽ പിശാചാണ്. കർത്താവിൻ്റെ ശത്രു ഈ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ റെക്കോർഡിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിന് പരിത്യാഗം ചെയ്ത പോകമല്ല. അതുകൊണ്ടാണ് അതിനുള്ള പരിഹാരമാണ് അനുദപിക്കുക, കുമ്പസാരിക്കുക, എന്നിട്ട് എന്താണ് ദൈവനാമം വിളിച്ചപേക്ഷിക്കുക. അല്ലെങ്കിൽ ഒരു പുരോഹിതനായിട്ട് സംസാരിച്ചപ്പോൾ പുരോഹിതൻ പറയാം, രോഗങ്ങൾ മാറിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അച്ഛാ. മാത്രമല്ല കുർബാന ചെല്ലുമ്പോൾ ക്ഷീണങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്നതും ഏറ്റവും കൂടുതൽ തളർച്ച വരുന്നതും എപ്പോഴാണ്? കുർബാനയ്ക്ക് കേൾക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ പല വിചാരം വരുന്നത് എപ്പോഴാണ്? കൊന്ത ചെല്ലുമ്പോഴോ പ്രാർത്ഥന ചെല്ലുമ്പോഴോ ആയിരിക്കും, വെറുതെ ഇരിക്കുമ്പോഴോ ആയിരിക്കും? പ്രാർത്ഥന ചെല്ലുമ്പോഴോ പല വിചാരം വരുന്നത്. ഹല്ലേലൂയ. എല്ലാ വിചാരവും വരുന്നത് പ്രാർത്ഥന ചെല്ലുമ്പോഴാണെങ്കിൽ അത് പിശാചിൻ്റെ പണിയാണല്ലോ. അല്ലേ, വെറുതെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരു കാര്യത്തെക്കുറിച്ചും ഓർമ്മയില്ല, ചിന്തിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ അവരെല്ലാവരും ഇങ്ങനെ യേശു നാമം ഉച്ചരിച്ചുകൊണ്ട് അടുക, കർത്താവെ സംരക്ഷിക്കണേ, കർത്താവെ രക്ഷിക്കണമേ. അങ്ങനെ പറഞ്ഞാൽ ദുഷ്ടം വരുമോ? ദുഷ്ടം വരുമോ? നമ്മൾ പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, പിശാച് എൻ്റെ ശരീരത്തിൽ കുടിയിരിക്കുക, വേറൊരു ശരീരം കണ്ടില്ല. കണ്ടോ? എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലും തിരുജലത്തിലൂടെയും വില കൊടുത്ത് വാങ്ങിയതാണ്. ഹല്ലേലൂയ. ആ ശരീരത്തിൽ മറ്റൊരാൾക്ക് അവകാശം ഇല്ലയെന്ന് നമ്മൾ കൽപ്പിക്കണം, നമ്മൾ ബന്ധിക്കണം, നമ്മൾ ബഹിഷ്കരിക്കണം. വിട്ടുപോകും. ബന്ധിക്കുക, ശാസിക്കുക, ബഹിഷ്കരിക്കുക, സാത്താൻ വിട്ടുപോകും. അതിനുള്ള അധികാരം നമുക്കുണ്ടോ? അധികാരമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഇപ്രകാരം സഫാനിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയാണ്, കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ, കുടുംബത്തിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. ആര്? ഭാര്യയും ഭർത്താവും മക്കളും ഏക മനസ്സോടെ പ്രാർത്ഥിച്ച എന്തുണ്ടെന്ന് വെച്ചാൽ, അന്ന് അവിടെ അധരങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുമെന്ന ദൈവമായ കർത്താവ് പറയാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് പ്രതിയോഗികളെ ഭിന്നമാക്കും. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ വിധിക്കും. തന്റെ രാജാവിന് ശക്തി കൊടുക്കും. തന്റെ അഭിഷിക്തന്റെ ശിരസ് ഉയരുമാറാക്കും. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം, സൂര്യോദയം മുതൽ അസ്തമയം വരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും. അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ നാമം ജനതയുടെ ഇടയിൽ മഹത്വമാണ്. വീണ്ടും പറയാണ്, എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കുർബാനയിൽ ധൂപാർച്ചന നടത്തുന്ന എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ നാമത്തെ മഹത്വമാണ്. ഇവിടെ ഒരു ചേച്ചി വരും. ആ ചേച്ചിയുടെ വീട്ടിൽ കുടുംബത്തിൽ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കലങ്ങിക്കിടക്കും. ആ ചേച്ചി പല ദിവസം വന്ന് പ്രാർത്ഥിച്ച, അച്ഛൻ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു വെള്ളം വെഞ്ചിരിച്ച് തരാം. എന്നിട്ട് ചേച്ചി എന്താണ് 7 ദിവസം കുന്തിരിക്കം വീട്ടിൽ പുകയ്ക്കണം. 7 ദിവസം കുന്തിരിക്കം പുകച്ചിട്ട് ഈ കന്നാമ്പള്ളം കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. മാറോ? കുന്തിരിക്കം പഴയ കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം കാരണവന്മാർ കുട്ടികൾ ചുമയ്ക്കാൻ തുടങ്ങിയാൽ
കുട്ടികൾ തുമ്മാൻ തുടങ്ങിയാൽ പറയും കുന്തിരിക്കാൻ പോക്കി എന്തോ ഒരു അസ്വസ്ഥത കയറി വരുന്നുണ്ടെന്ന് പറയും അല്ലേ. ഇപ്പം നമ്മൾ ചുമക്കുമ്പോൾ നമ്മൾ ആശുപത്രിക്ക് ഓടും അല്ലേ ഇരിക്കുക, ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടും. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ആ പയ്യൊന്ന് ചുമക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഒരു കുന്തിരിക്ക എടുത്ത് പോക്കാൻ പറയും. കാരണന്മാർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം പടർന്നു വരുന്നൊരു മേഖല വരുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും അവൻ്റെ നാമത്തിന് വേണ്ടി ധൂപാർച്ചന നടത്തും. ഇപ്പോൾ ധൂപാർച്ചനയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുക. കാരണം തീ കത്തിക്കാൻ എളുപ്പമായിട്ട് ഇലക്ട്രിക് കത്തിക്കാൻ അതിൽ 4 ഇതിടും, അതിൻ്റെ കുന്തിരിയിടും. അല്ലെലിയാം ധൂപാർച്ചന. നമ്മളിവിടെ ആദ്യ കാലങ്ങളിൽ ധൂപാർച്ചന നടത്താൻ തുടങ്ങിയതിന് ശേഷം രോഗശാന്തികൾ സംഭവമാണ്, ഡെലിവറൻസാണ്. ആ ചേച്ചി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയുക, ഞാൻ 7 ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ ഈ കുന്തിരിക്കം പുകച്ചിട്ട് ഈ കന്നാമ്പള്ളം ഒഴിച്ച് കിണറിൽ പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബത്തിലെ ആ മേഖല കർത്താവ് എടുത്ത് മാറ്റി. ഇന്ന് കുന്തിരിക്കം പുകയ്ക്കുന്നത്, കുന്തിരിക്കം ധൂപാർച്ചനത്ത് ഒരു സമൂഹമുള്ളൂ, ക്രൈസ്തവ സഭ അല്ലേ. വല്ല ചാണോനോ അല്ലെങ്കിൽ വല്ല സാമ്പ്രാണി തിരിയൊക്കെ കത്തിക്കാൻ നമ്മൾ ഓടും അല്ലേ. ചിലർ പറഞ്ഞ സാമ്പ്രാണി തിരി എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അത് എന്തോ ഒരു സാധനം മേടിച്ചിട്ട് വരും ആൾക്കാർ, ഇതൊന്ന് വെഞ്ചരിച്ച് തരാൻ പറയും. കുന്തിരിക്കം കൊണ്ടുവരുന്ന കുന്തിരിക്കത്തിൻ്റെ പൊടിയല്ല, വേറെന്തൊരു സാധനം മേടിച്ചിട്ട്. അടുത്ത പറയാണ്, എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ച അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. ജനതയുടെ ഇടയിൽ കർത്താവിൻ്റെ നാമം ഉന്നതമാണ്. അവിടുത്തെ ബലിപീഠം അല്ലേ, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാനും നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാനും എന്ന് കരുതുമ്പോൾ നിങ്ങളതിനെ മലിനമാക്കുന്നു. ഹല്ലേലൂയ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് സമർപ്പണത്തിൻ്റെ മേഖലയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയും എന്താ, നമ്മൾ നിയോഗം വെച്ച് സമർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയുടെ രക്തമാണ്. മത്തായി 26, 26, 28 തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. രക്തത്തിലൂടെയാണ് ഈശോ വിടുതൽ നൽകുന്നത്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടെ അവ രക്തത്താലാണ് യേശു നമ്മളെ മോചിപ്പിച്ചത്. രക്തം കൂടാതെ ഒരു ശുശ്രൂഷ പാപമോചനം ഇല്ല. അല്ലേരിയ. രക്തം എന്ന് പറയുന്നത് എന്താ? ജീവനാണ്. ജീവൻ ഒരു മൃഗത്തിൻ്റെ ആയാലോ ഒരു മനുഷ്യൻ്റെ ആയാലോ രക്തത്തിലാണ് ജീവൻ നൽകുക. അതുകൊണ്ടാണ് സാത്താൻ ചോദിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഏക മകൻ്റെ രക്തമാണ്. ദൈവത്തിന് കൊടുത്തു. അല്ലേരിയ. കൊടുത്ത വഴി എന്തുണ്ടായി? മനുഷ്യൻ്റെ മേലുള്ള അധികാരം, ശരീരത്തിൻ്റെ മേലുള്ള അധികാരം ഈശോ തിരിച്ച് പിടിച്ചു. അതാണ് ഉടമ്പടിയുടെ രക്തം. മത്തായി ശ്ലീഹയാണ് അത് വ്യക്തമായിട്ട്. പിന്നെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് തുടർന്ന് വായിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്നും ഞാൻ കുടിക്കുകയില്ല. ഇനി നമുക്ക് സംരക്ഷണത്തെക്കുറിച്ച് നോക്കാം. യോഹന്നാൻ്റെ ലേഖനത്തിൽ 5:18 പറയാം. 1 യോഹന്നാൻ 5:18 പ്രകാരം പറയാണ്, ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. ദുഷ്ടൻ അവിടുത്തെ പുറപ്പാടിൻ്റെ പുസ്തകം 15:2, സംഖ്യ 33:3, ന്യായാധിപന്മാരുടെ പുസ്തകം 18:6, നെഹെമ്യ 9:21. അവിടെ പറയാ, കർത്താവ് എന്റെ ശക്തിയും സംരക്ഷണമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുത്തെ നിയമം. സംഖ്യ 33:3, ന്യായാധിപന്മാർ 18:6, നെഹെമ്യ 9:21 പറയാം, 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. 40 വർഷം പോകേണ്ട ആവശ്യമില്ല. 6 മാസം കാലം പോകേണ്ട സ്ഥലത്തേക്കാണ് 40 വർഷം പോയത്. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തെ അവർ ധിക്കരിച്ചു.
ധിക്കരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ധിക്കരിച്ചതുകൊണ്ട് ദൈവം അവരെ എന്ത് വിട്ടു? തെറ്റായ വഴിയിലേക്ക് വിട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇപ്പോൾ ആളുകൾ പോകുന്നത്. പക്ഷെ എവിടെ ചെന്ന് വീഴുന്നത്? പുഴയിലാണ് വീഴുന്നത്, കടലിലാണ് വീഴുന്നത്. കാരണം എന്താ? ഗൂഗിൾ മാപ്പ് പോലും തെറ്റിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ ജനം ദൈവം പറഞ്ഞ വഴിയിലൂടെ പോകാതെ അവർ നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നമുക്ക് പരിചയമുള്ള വഴിയാണെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പൂർവ്വപിതാക്കന്മാർക്ക് അറിയാവുന്നൊരു വഴിയായിരുന്നു ദൈവത്തിൻ്റെ വഴി. പുതിയ തലമുറയ്ക്ക് നമ്മൾക്ക് ഓരോരുത്തരും അറിയില്ലാത്തൊരു വഴിയാണ് ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും. നമ്മളെന്നും ചൊല്ലുന്ന 91-ാം സങ്കീർത്തനത്തിൽ 14-ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരമായി: ഞാൻ അവരെ സംരക്ഷിക്കും. അത് യേശു നാമത്തെ സൂചിപ്പിക്കുക. വരാനിരിക്കുന്ന കാലത്തെ, വരാനിരിക്കുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലേ? യോഹന്നാൻ്റെ ലേഖനത്തിൽ 5:12 ഇപ്രകാരം പറയുന്നുണ്ട്. ഇപ്രകാരം പറയാണ്: പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കുന്നു. ദൈവത്തിനെ സ്വന്തമാക്കിയവന്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. പ്രഭാഷകന്റെ പുസ്തകം 34:15 പറയാ: അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ്, ദൈവമല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ജെറമ്യാ പ്രവചന പുസ്തകം 43:10-11, ജെറമ്യാ പ്രവചന പുസ്തകം 6:44, 6:18, 45:18, 45:22, 46:9. ഇത് പറയുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് പറയുന്ന ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രവാചകനാണ് ആര്? ജെറമ്യ. 53:10 അവിടെ പറയാണ്: അവിടുന്ന് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും വരും തലമുറയെ അവൻ കാണും. ജെറമ്യ പറയാണ്, യേശു ക്രിസ്തുവിനെ അവർ കൊല്ലാൻ വിടുമ്പോൾ യേശു ക്രിസ്തു കാണുന്നത് ആരെയാണെന്ന് വെച്ചാൽ ആരെയായിരിക്കും? തലമുറകളെയാണ്. അപ്പോൾ ഒരാൾ ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യമാണ് തലമുറ കാണുന്നില്ല. അപ്പോൾ യേശു കുരിശിൽ അവിടുന്ന് തന്നെയാണ് പിതാവായി ദൈവം തന്നെയാണ് യേശു ക്രിസ്തുവിനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലി ഏതാ? കാൽവരിയുടെ കുരിശു മരണം പാപപരിഹാര ബലിയായി അവൻ അർപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കിടങ്ങുന്നത് നമ്മുടെ തലമുറയാണ്. അതേതാ? 1000 തലമുറയാണ്. 1000 തലമുറ. എന്നിട്ട് പറയാണ് ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും. കർത്താവിന്റെ ഹിതം അതിലൂടെ നിറവേറും, യേശു ക്രിസ്തുവിലൂടെ നിറവേറും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമം എതിർക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ കുരിശ് എതിർക്കുന്നത്, യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ട് കാണുന്നത് ആരാന്ന് വെച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു സമൂഹത്തിന് മാത്രമേ കുരിശ് അവഹേളനത്തിന് മാത്രമുള്ളൂ. മറ്റെല്ലാവർക്കും എന്താ? രക്ഷയുടെ ഇവിടെ ഒരു ചേച്ചി വരുമായിരുന്നു, ഒരു മുഴ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ കുരിശിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ആ ചേച്ചി മുഴ ഉള്ള സ്ഥലത്ത് 21 പ്രാവശ്യം കുരിശ് വരച്ചു. മുഴ പോയി. അല്ലേ? നമ്മൾ എന്തെങ്കിലും മുഴ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്തേക്കും, എന്തെങ്കിലും കാര്യം വന്നാൽ ഡോക്ടറിൻ്റെ അടുത്തേക്കും. അല്ലേ? എന്താ ചെയ്യേണ്ടത്? യേശു നാമം ഉപയോഗിക്കുക, യേശുവിൻ്റെ കുരിശ് വരയ്ക്കുക. ആ സമയം ആ വസ്തു നിർവീര്യമാവും. പിശാച് എങ്ങനെ വിട്ടുപോകുന്നത്? ഡോക്ടർമാർ വന്ന് ടെലസ്കോപ്പൊക്കെ വെച്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണോ? പോലീസുകാർ വന്ന് തോക്കെടുക്കുമ്പോഴാണോ? പട്ടാളക്കാർ വന്ന് ബോംബ് പൊട്ടിക്കുമ്പോഴാണോ? പിശാച് പോകുന്ന ഒറ്റയ്ക്കുള്ളൂ. യേശു നാമം ഉച്ചരിച്ചാൽ, യേശു നാമത്തിൽ കൽപ്പിച്ചാൽ ആ നിമിഷം പിശാച് വിട്ടു. അശുദ്ധ ശക്തി, തിന്മയുടെ ശക്തി വിട്ടു. അതുകൊണ്ട് യേശു നാമം എന്ന് പറയുന്നത് ഇതാ. അതുകൊണ്ടാണല്ലോ ആരെ പറഞ്ഞത്? അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാമത്തെ ഇതിൽ 12-ാമത്തെ വാക്യം തിരുവചനം പറയുന്നത്, ആകാശത്തിനും ഭൂമിയെ മധ്യേ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തു. അല്ലേ? ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിയുടെ മകൻ സുഖമില്ലാതെ ഓപ്പറേഷൻ ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുപോകുമ്പോൾ ആ ചേച്ചി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എന്താ? നമ്മുടെ വീട്ടിൽ പ്രശ്നം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, അപകടം വരുമ്പോൾ നമ്മൾ കൂട്ടായിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കൂട്ടായിട്ട് കരഞ്ഞാൽ ഒന്നുകൂടെയും കരയേണ്ടി വരും. മരണം അല്ലേ? ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം.
യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ നെഞ്ചത്തിടിച്ച് കരഞ്ഞോ? ആരെ അയൽക്കാരെ വിളിച്ചിട്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എല്ലാം ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു. അവൾക്കറിയാം പിതാവായി ദൈവം ഒരിക്കലും അവളുടെ മകനെ കൈവിടില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരു പയ്യ ഇവിടെ വന്നു. നമ്മൾ ഡെലിവറൻസ് ചെയ്യുന്നത് നിങ്ങളെ ഇരുത്തി കുർബാനയും കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മളിവിടെ ഡെലിവറൻസ് ചെയ്യാതെ ഇവൻ നമ്മളെ കാണാൻ വന്നപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം അവൻ പ്രതികരിക്കും. അവൻ്റെ കാര്യമല്ല പറഞ്ഞത്, അവനോട് ചോദിക്കുന്ന ഒരു കാര്യത്തിന് അവൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ആൾക്കാരില്ലേ? മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് ഒരു വഴിക്ക് സംരക്ഷണം വേണം, ഒരു വഴിക്ക് രക്ഷ വേണം, ഒരു വഴിക്ക് പാപമോചനം വേണം, അല്ലെങ്കിൽ രോഗശാന്തി വേണം. മറുവഴിക്ക് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ വാഹനം ഓടുകയാണെങ്കിൽ വാഹനത്തിന് എന്ത് പറ്റും? അപകടം. അതല്ലേ മനുഷ്യനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആണോ? നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനം കൺട്രോളിൽ നിൽക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഡ്രൈവർ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡ്രൈവറായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? പിതാവായി ദൈവം തൻ്റെ വാഹനമാകുന്ന നമ്മുടെ ശരീരം ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ ഈശോയ്ക്ക് അറിയാം അവൻ എങ്ങനെ പോകണം, എങ്ങനെ ചരിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന്. അതറിയില്ലാത്തൊരു വലിയൊരു തലമുറയായിട്ട് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ബോധ്യമില്ല, അതിനെക്കുറിച്ച് അറിവില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അല്ലെങ്കിൽ ദൈവം തൻ്റെ വാഹനം നമുക്ക് തന്നിരിക്കുമ്പോൾ, ശരീരത്തെ തന്നിരിക്കുമ്പോൾ, ഈ ശരീരം കർത്താവ് പറയുന്നതിന് വിരുദ്ധമായിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പിന്നെ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാവുമോ? നിങ്ങളൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ ആ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് അറിയുമോ? നിങ്ങളൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ വാഷിംഗ് മെഷീൻ കാണിക്കുമ്പോൾ, നിങ്ങൾ കച്ചവടം ഉറപ്പിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാറ്റലോഗ് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ഉടമ്പടി ചെയ്യുന്നത് ഒരു കാറ്റലോഗിൽ വെച്ചാൽ, അതേതാ? വിശുദ്ധ ഗ്രന്ഥ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. പൂർവ്വപിതാക്കന്മാർ ജീവിച്ച ചരിത്രമാണിത്, അല്ലേ? രക്ഷപ്പെട്ട സംഭവമാണ്. നോഹയ്ക്ക് രക്ഷപ്പെട്ടതാണ്. ഈ പുസ്തകം വായിക്കാത്ത ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ആരായാലും, അച്ഛനായാലും സിസ്റ്ററായാലും, അല്ലെങ്കിൽ ഉയർന്നവരായാലും താഴ്ന്നവരായാലും മേൽപ്പെട്ടക്കാരായാലും ആരായാലും രക്ഷപ്പെടാൻ പറ്റില്ല. വായിക്കേണ്ട പുസ്തകം ഇതാണ്. നമ്മൾ വായിക്കേണ്ട പുസ്തകം എന്ന് പറഞ്ഞാൽ ലോകചരിത്ര, അല്ലേ? ലോകചരിത്രമല്ല, ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. അല്ലിരിക്കാം. അതുകൊണ്ട് പറയാണ് യേശു എന്ന നാമം എന്ന് പറയുന്നത് രക്ഷയുടെ നാമമാണ്. യേശു എന്ന നാമം എന്ന സൗഖ്യത്തിൻ്റെ നാമമാണ്. യേശു നാമം എന്നത് വിടുതലിൻ്റെ നാമമാണ്. യേശു നാമം എന്നത് പാപവിമോചനത്തിന്. ആ നാമത്തെ ഉപയോഗിക്കാതെ, ആ നാമത്തെ വിളിക്കാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ പറ്റില്ല. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 10:1 പറയുമ്പോൾ ഇപ്രകാരം പറയാണ്, ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, വസന്തകാല വൃഷ്ടിയിൽ കർത്താവിനോട് മഴ നീ മഴ ചോദിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ 12 മാസത്തിൽ എന്നാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ല. ആദ്യകാലങ്ങളിൽ എന്നാ? ജൂൺ 1 ദിവസം ഉണ്ടെങ്കിൽ അന്ന് മഴയാണ്. ഇന്ന് മഴ കാലാവസ്ഥകൾ മാറിക്കഴിഞ്ഞു. തുടർന്ന് വരുന്ന കാര്യം ഇപ്രകാരം പറയാണ്, മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി ഹരിതപൂർണ്ണമാക്കുന്നതും കർത്താവാണ്. നീ ഇപ്പം മഴ ചോദിക്കണം, ആ മഴ തരും. ആ മഴ തരുന്നതിലൂടെ നിനക്കും നിൻ്റെ കന്നുകാലികൾക്കും മാത്രമല്ല, നിന്നോടൊത്ത് നിൻ്റെ കൃഷിയിടങ്ങളിലെല്ലാം ദൈവമായ കത്ത് എന്താ ഹരിതപൂർണ്ണമാണ്. അടുത്ത പറയാണ്, കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം തുലമ്പുന്നു, ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു, സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ. അത് അടുത്തത് അടി നമുക്കാ. അതാ വായിക്കാൻ പറഞ്ഞേ. അതെന്താണെന്ന് വെച്ചേ വായിച്ചേ. ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡനമേറ്റ് അലയുന്നു. നമ്മൾ മറ്റ് മതസ്ഥരെ പഠിപ്പിക്കുന്നതിന് പകരം മറ്റ് മതസ്ഥരുടെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്വീകരിക്കും. നാള് അല്ലെങ്കിൽ ജാതകം എഴുതിക്കില്ല, കൈനോട്ടം, മുഖലക്ഷണം നോക്കുക, വാരഫലകം നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഹലാല് കഴിക്കുക,
ഷവർമ കഴിക്കുക, അങ്ങനെയുള്ള മേഖല, അല്ലെങ്കിൽ കുട്ടിച്ചാത്ത സേന നടത്തുക, കുട്ടിച്ചാത്തതിൻ്റെ വസ്തുക്കൾ കഴിയുക. അതുകൊണ്ടാണ് എന്താണ് ഈ കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പും, നീ അതിൽ വിശ്വസിക്കരുത്, നീ അത് വിശ്വസിക്കരുത്. കാരണം നീ ഒരു പുരോഹിതനാണ്, നീ ഒരു പുരോഹിതനാണ്. ഇന്ന് സുവിശേഷം തുടങ്ങിയത് എങ്ങനെയാണ്? കർത്താവ് മലയിൽ കയറിയിരുന്നു, എന്നിട്ട് എന്താ, അവരെ പഠിപ്പിച്ചു. കർത്താവിൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് പഠിപ്പിക്കുക. അടുത്തത് പറയാം, ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു. നമ്മളെന്താ ഭാവി അന്വേഷിക്കുന്നത്? ഈ കാർത്തികയും മകരം എന്നൊക്കെ പറയുന്നത് എന്താ? ഭാവിയല്ലേ? മുരുകൻ എന്ന് പറഞ്ഞാൽ കാർത്തികയാണ്. അവരുടെ അത് അക്രൈസ്തവരുടെ നാളാണ്, അത് അവരുടെ ദേവനാണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ 4 പിള്ളേരുടെ പേര് ഒരു വിജാതീയ വാക്കുകളിൽ ഇട്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് തന്ന പേരാണ്. 4 കുട്ടികളും ജനിച്ച സമയത്ത് അവൻ പോയി. കാരണം ഒരു സ്ഥലത്തും ഇല്ലാത്ത പേര് കിട്ടണമല്ലോ. കാരണം എന്താ, ഒരു സ്ഥലത്തും ആരും വിളിക്കാത്ത പേരാണ്. അതുകൊണ്ട് ഭാവി ഫലം കാണരുത്. ഞാനിവിടെ ഓർക്കുകയാണ്, തിരുവനന്തപുരത്ത് MBBS പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് ക്യാൻസർ വന്നു. അവൾ വിളിച്ചു, ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം. അവൾ വിളിച്ചു, അവളോടെയും പറഞ്ഞു നീ നാളെ നോക്കുന്നുണ്ട്. അവൾ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വചനം പറയാൻ പറഞ്ഞു. അവൾ വചനത്തിൽ വിശ്വസിക്കുന്നവരാ. 2 രാജാക്കന്മാർ 21:6 ഞാൻ കൊടുത്തു. അവളോട് പറഞ്ഞു അടുത്തുള്ളൊരു ദേവാലയത്തിൽ പോയി ഒന്ന് കുമ്പസാരിക്കുക. അടുത്ത് പറയാണ്, കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. നമ്മൾ ഈ ജ്യോതിഷനെ അല്ലെങ്കിൽ കൈ നോട്ടക്കാരൻ്റെ അടുത്ത് പോകുന്നത് എന്താ? പൊള്ളയായിട്ട് വാക്ക് കിട്ടണം. നമ്മൾ ആശ്വാസമുള്ളത് നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ പറയും നീ ഒരു പ്രഭുവായിട്ട് മാറുന്നു. നമ്മൾ സങ്കല്പിക്കുകയാണ് നമ്മൾ പണക്കാരനായിട്ട് മാറുക, അല്ലേ ലീന? അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡനമേറ്റ് അലയുന്നു. നീ അലയുന്നതിൻ്റെ കാരണം ഇടയിൽ നിൻ്റെ കൂടെയുണ്ട്. 34 എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34 പറയുന്നുണ്ട്, എൻ്റെ ഇടയന്മാർ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിലും ഞാൻ അവരെ പഠിപ്പിക്കും. ദൈവം ക്രിസ്റ്റീന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഈശോ നേരിട്ട വചനം പഠിപ്പിക്കുന്നത്, നേരിട്ട പറയുന്നത്. അതുകൊണ്ട് പറയാണ്, ഇടയന്മാരുടെ നേരെ കോപം ജ്വലിച്ചിരിക്കുന്നു, നേതാക്കന്മാർക്ക് നേരെ ശിക്ഷിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ജനത്തെ യൂദാ ഭവനത്തെ പരിപാലിക്കുന്നു. തുടർന്ന് വായിക്കും, 4-ാമത്തെ വായിക്കും. അതിൽ കിടക്കാണ്, അവരിൽ നിന്ന് മൂലക്കല്ല് വരും. മൂലക്കല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഒരു വീട് പണിയുമ്പോൾ ആദ്യം വെക്കുന്ന കല്ലാണ് അല്ലേ മൂലക്കല്ല്. ഈ ദൈവകൽപ്പന ആലിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിൽ മക്കള് നിരനിരയായിട്ട് വരും. അടുത്തത് പറയാണ്, കൂടാരക്കുറ്റിയും പുറപ്പെടും, പടവില്ലും രാജാക്കന്മാരും അവരിൽ നിന്ന് വരും. പടവില്ല് വരും, രാജാക്കന്മാർ വരും. നമ്മുടെ സമർത്ഥരായ കഴിവുള്ള മക്കൾ വരും. ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി യുദ്ധവീരന്മാരെ പോലെ ആയിരിക്കും അവർ. കർത്താവ് കൂടെയുള്ളത് കൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും. ആരെ കൂടെയുണ്ട്? അടുത്ത അതൊന്ന് വായിക്കേ. കർത്താവ് കൂടെയുള്ളത് കൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും. അടുത്ത് പറയാം, ഞാൻ യൂദാ ഭവനത്തെ ബലപ്പെടുത്തും, ജോസഫിന്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും. അവരുടെ മേൽ അലിവ് തോന്നി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. എന്തിനു വേണ്ടി എപ്പോഴും നമ്മൾ ദൈവനാമം വിളിക്കുന്നതെന്ന് വെച്ചാൽ യൂദാ ഭവനത്തെയും ജോസഫിൻ്റെ ഭവനത്തെയും അല്ലെങ്കിൽ എഫ്രൈം ഭവനത്തെയും അനുഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവനാമം ശക്തമാണ്. ദൈവനാമം പിശാചുകളെ ബഹിഷ്കരിക്കുന്ന, ദൈവനാമം രോഗശാന്തിയാണ്, ദൈവനാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു വചനം വായിക്കുമ്പോൾ അതിന് ഇണവചനങ്ങളുണ്ട് ബൈബിളിൽ. ആ ഇണവചനങ്ങൾ നമ്മൾ വായിക്കണം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും സമ്പൂർണ്ണ ബൈബിൾ വായിക്കണം. വായിച്ചവരാരെങ്കിലും ഉണ്ടോ? എല്ലാം വായിച്ചവർ. കർത്താവ് പത്രോസ് ഒറ്റ കാര്യം ചെയ്യുക, നീ സ്വർഗത്തിൽ കയറി പോകുമോ, ഭൂമിയിൽ ചെയ്ത് ഒന്നും ഞാൻ നോക്കില്ല, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? കയറി പോകാൻ പറ്റുമോ? കയറി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫസർമാർ വൈവിക്കിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടില്ല. ഒരച്ഛനിങ്ങനെയാണ്, നീ നടന്നു വന്നതിന് എത്ര വാതിലുണ്ടെന്ന് ചോദിക്കും. പരിസരം നമുക്ക് ബോധ്യം വേണം അല്ലേ? എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലേക്ക് 10-21 സ്റ്റെപ്പ് കയറണം.
ആ സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് നോക്കും. നീ 365 ദിവസം ചവിട്ടുന്ന സ്റ്റെപ്പല്ലേ, ഓർമ്മയുണ്ടോ? അല്ലേലിയ. പത്രോസ് നമ്മൾ പാവങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശകലനം ചെയ്ത് അതിനെ ശിക്ഷിക്കുന്ന നോക്കിയപ്പോൾ പറയാണ്, പത്രോസ് നീ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? കയറിപ്പോക്കോ. കാരണം എന്താ? പാപത്തിന് പരിഹാര അല്ലേ, പാപത്തിന് പരിഹാര. അല്ലേലിയ, അല്ലേലിയ. പ്രകാരം നീ മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയുടെ 31 ദിവസത്തെ പ്രാർത്ഥനയിൽ പ്രകാരമാണത്. പ്രാർത്ഥന ജലം പോലെ ഒഴുകട്ടെ, പാവമില്ലാതെ. ജലം പോലെ ഒഴുകണം പ്രാർത്ഥന. അല്ലേലിയ. കണ്ണുകളടച്ച് കരങ്ങളൊന്നും ഉയർത്ത്. കർത്താവേ, ദൈവനാമത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കാൻ, ദൈവത്തിൻ്റെ പരിപാലനം ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് മാറി പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും രക്ഷ കിട്ടുന്നില്ല കർത്താവേ. ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കർത്താവേ. പക്ഷേ ഞങ്ങൾ കയറാൻ വേണ്ടി കുഴിയിൽ നിന്ന് കയറുമ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും കുഴിയിലേക്ക് വീണു പോകുന്നു കർത്താവേ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്ത്, കണ്ണുകളടച്ച് മനസ്സൊന്ന് ഉയർത്ത്. നിന്നെ രക്ഷിക്കാൻ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. പടവില്ല പോലെ, മിന്നൽ പിണൽ പോലെ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രബലരായി ദേശത്തെ പ്രബലരായി വ്യക്തിയെ കർത്താവ് ഇല്ലാതാക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ കർത്താവ് അയക്കും. കണ്ണുകളടച്ച് കരങ്ങളുയർത്തി ദൈവനാമം വിളിക്കട്ടെ, ദൈവനാമം വിളിക്കട്ടെ, യേശു നാമം വിളിക്കട്ടെ, യേശു നാമം വിളിക്കട്ടെ. സ്വലവലക വലക വലക റൂബ റൂബറ. അലേലിയ, 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 അലേലിയ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ദൈവനാമം ശക്തിയാണ്, ദൈവനാമം ബലമാണ്, ദൈവമായ സുഖമാണ്, ദൈവമായ ശാന്തിയാണ്. എല്ലാവരും വിളിക്കട്ടെ, ദൈവനാമത്തെ വിളിക്കട്ടെ. അലേലിയ, 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 അലേലിയ. നിനക്കൊരു ഭോഷത്വമായിട്ട് തോന്നും, നിനക്കൊരു നിസ്സാരമായിട്ട് അല്ല. യേശു നാമം വിജയിക്കുമ്പോൾ, ദൈവനാമം വിജയിക്കുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് നീ കാണും. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് കാണും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ തിരിച്ചു വന്ന് പറഞ്ഞു, ഞങ്ങൾ ദൈവനാമം ഉപയോഗിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 10:17 സാത്താൻ ഇടൽമിന്നൽ പോലെ ചിതലമാകുന്നത് ഞങ്ങൾ കണ്ടു. അല്ല, സാത്താൻ ചിതലമാകുന്നത്, സാത്താൻ നിർവീര്യമാകുന്നത്, സാത്താൻ ഓടിപ്പോകുന്നത് യേശു എന്ന നാമത്തെ ഉപയോഗിക്കുമ്പോഴാണ്, ദൈവം എന്ന നാമം ഉപയോഗിക്കുമ്പോഴാണ്. ആ നാമം വിളിക്കട്ടെ. ആ നാമം വിളിക്കുന്നവരെല്ലാവരും രക്ഷപ്പെടും. കണ്ണുകളടച്ച് മനസ്സൊന്ന് വിളിച്ച്, മനസ്സൊന്ന് തുറന്ന്, മനസ്സൊന്ന് സമർപ്പിച്ച് ഈശോ എന്ന നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.